ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ആ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല രീതിയിലൊന്ന് ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണോളം എള്ളെണ്ണയാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എള്ളെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. ടേസ്റ്റ് കൂടാനും ഷെൽഫ് ലൈഫിനും എള്ളെണ്ണ ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതാ നല്ല രീതിയിലൊന്ന് കായം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടണേ. കായം പൊരിച്ചെടുത്തിട്ട് നമുക്ക് ഈ സെയിം എണ്ണയിലോട്ട് തന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ കായം ഇതിലേക്ക് പൊരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അച്ചാറിടുമ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതലിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 1 കിലോ മാങ്ങയ്ക്ക് ഒരു ഏകദേശം 1/4 കിലോത്തോളം വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ മുളക് പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാങ്ങ ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞ് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഉപ്പും പച്ചമുളകും കൂട്ടി തിരുമ്മി വെച്ചതാണേ. മാങ്ങ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അച്ചാറിന് ഉണ്ടാവുക. കാരണം മാങ്ങ നല്ല രീതിയിലൊന്ന് വാടി അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം നല്ല രീതിക്ക് പുറത്ത് വരും. കണ്ടോ, ഇതുപോലെ നല്ല വലിയ വലിയ പീസാക്കിയിട്ടാട്ടോ ഞാൻ മാങ്ങ അരിഞ്ഞിട്ടുള്ളത്. കാരണം കുനുകുന അരിയുന്നതിനേക്കാളും ഈ ഒരു ടൈപ്പ് ഓഫ് അച്ചാറിന് ഇങ്ങനെ മാങ്ങ ഇടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാങ്ങയിലുള്ള ആ വെള്ളം മുഴുവനൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വറ്റി വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള കായം ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു ഇടികല്ലിൽ വെച്ചിട്ടാണ് കായം പൊടിച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഗ്രാന്യൂൾസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടി നല്ല രീതിയിൽ പൊടിച്ചാൽ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് വരും. ഇനി നമ്മൾ പൊടിച്ച് വെച്ച കായം നമുക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. കായം അച്ചാറിന് നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ തരും. മാത്രമല്ല നമ്മുടെ വയറിനും കായം വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കായം ഇട്ടിട്ട് നല്ല രീതിയിൽ അച്ചാറൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിന്തറ്റിക് വിനീഗർ ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങയുടെ സോർക്കാണ് ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പൊതുവേ സിന്തറ്റിക് വിനീഗറാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ സുർക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇനി നമുക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോർക്കയും മാങ്ങയും എല്ലാം കൂടി കിടന്ന് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇനി നമുക്ക് അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടുകും ഉലുവയും കൂടെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകും ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവ അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഉലുവ അധികമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയ്പ്പ് വരും. ഇനി നമുക്കിതാ പൊടിച്ചിട്ട് റെഡി ആയിരിക്കുന്ന അച്ചാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കടുക് ഉലുവയും കൂടെ പൊടിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ ടൈമിലാട്ടോ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ടൈമും ഇൻഗ്രീഡിയൻസും കുറവാണെങ്കിലും ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് പറയണേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.